ഫ്ലാഷ് ബാക്ക്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവെട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ്. എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞൊക്കെ സത്യമാ മാസ്റ്ററെ. മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. എടാ അവൻ ഇപ്പോഴും അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോത്തനാണെങ്കിലും അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും. അപ്പൊ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ്. പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ എന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. മാർക്കോല് പൃഥ്വിരാജ് വില്ലനായിട്ട് വരുമോ? പൃഥ്വിരാജ് വില്ലനായിട്ട് വിളിക്കുന്നില്ല. പക്ഷേ മാർക്കോ പോലത്തെ സിനിമകൾ പൃഥ്വി ചെയ്യുവാണെങ്കിൽ വാവ് സൂപ്പർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. എന്നാൽ മാറ്റടാ ഗിയർ. മാറ്റി എന്താ ഉള്ളില് പൊട്ടിക്കാൻ പോവാ. പടക്കം പൊട്ടിക്കണ കേസാണ് ഈ പറയണത്. പുരിയല്ല അക്കട ചൂട്. ഇയാൾക്കൊരു ലെഗസി ഉണ്ട്. അപ്പാവൻ കളി തുടങ്ങി. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. കൊഫേപോസോ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ. കുമാറിന് സംശയിക്കരുത് സംശയം നന്നല്ല. അതുകൊണ്ട് മോനെ എന്തൊരു ലുക്കടായി. ആളെ ചുള്ളന. പൊട്ടിച്ച പൊന്നുമായിട്ട് വരുന്ന നായ്ക്കളെ എന്റർടൈൻ ചെയ്തിരുന്ന നമുക്കിടയിൽ ഉണ്ടായിരുന്ന പൊതുമേ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്? അടിയല്ല, യുദ്ധാണ്. ആലി എന്താ ഉള്ളില് പൊട്ടിക്കാൻ പോവാ. രായുട്ടൻ താർ ഉടുത്ത് കേട്ടാ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. ഒരിടത്ത കടത്ത ഞാൻ പൊട്ടിക്കും. ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. എന്റെ മജീദേ, ഇത് ഐറ്റം വേറെയാ. ഇത്രയേറെ വയലന്റ് ആണല്ലോ. Violence likes me. I can't avoid. എന്റെ ചോരയ്ക്ക് ഒരു ഒന്നാന്തരം സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതിന് വെറുതെ വളമിട്ട് കൊടുക്കരുത്. എന്റെ തന്തയോട് പോയി പറയണം. വല്ലാത്തൊരു വിത്തുഗുണമുള്ള തീയാണവൻ, സൂക്ഷിക്കണം. He comes from such a dangerous lineage of fire. നീ എവിടെ എത്തിപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവിടെയാണ് നീ ഇപ്പൊ എത്തി നിൽക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, പൊടിയിട്ടില്ല. സമയമാകുമ്പോൾ തനിയെ മനസ്സിലായിക്കൊള്ളും. ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. അടിയോടടിയാണ്. എന്താണ് ഇങ്ങനെയുണ്ട് ജീവികള്? അതിനുള്ളിൽ നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിട കുറയാതെ അവരുടെ കൈ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഈടെ അടുത്തത് പൊട്ടും. ഉമ്മാണ് ഞാൻ ചെയ്യും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. പിള്ളേരൊക്കെ പറയത്തില്ല കൊലമാസ്. പിന്നെ എന്താണ് പറയൂ. ഒരാളും കൂടെ ഉണ്ടായിരുന്നു സാർ. തള്ളി ലാലേട്ടല്ലേ? ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെ. ആ വിരലുകൾ എനിക്കറിയാം. പല സംഭാഷണങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും അഹമ്മദ് അലി ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ലോകം എന്തായിരുന്നുവെന്നും മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ കഥ എന്തായിരുന്നുവെന്നും ചില സൂചനകൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും. നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണ? അത്രേ ഉള്ളൂ ഈ സിനിമയിൽ ആ കഥാപാത്രം.
ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി. ലാലേട്ടൻ ഈ ക്യാരക്ടർ കഥയ്ക്ക് ഒരു കാറ്റലിസ്റ്റ് ആണ്. അത് ചെയ്യുന്നത് ലാലേട്ടൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു തൂഫാനാവുമല്ലോ. മതി, ഇത് ധാരാളം മതി. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്.